Hi friends, welcome back to jaya'srecipes. അപ്പോൾ ഇന്ന് ഞാൻ ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് കാണിക്കുന്നത്. റാഗി ഇഡ്ഡലി, റാഗി ദോശയാണ് കാണിക്കുന്നത്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയും അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇത് നമുക്ക് സാധാരണ ഇഡ്ഡലിയും ദോശയുടെയൊക്കെ അതേ ടേസ്റ്റ് തന്നെയാണ്. നമുക്കിത് റാഗി കൊണ്ടുള്ള അതിൻ്റെ വേറൊരു ടേസ്റ്റൊന്നും മനസ്സിലാവില്ല. പക്ഷേ ഹെൽത്തിന് ഒരുപാട് നല്ലതാണ്. നിങ്ങൾക്കറിയാം റാഗിയുടെ ഹെൽത്ത് ബെനിഫിറ്റ്സൊക്കെ. ഷുഗർ പേഷ്യൻസിന് അതുപോലെ തന്നെ വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്ക് ഒക്കെ നല്ലതാണ്. ഇതിന് നമ്മൾ റാഗിക്ക് പറയുക ഫിംഗർ മില്ലറ്റ് എന്നാണ് ഇതിന് ഇംഗ്ലീഷിൽ നമ്മൾ പറയുക. ഇതിന് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സുകളാണ്. അതുപോലെ അനീമിക്കായ ആൾക്കാർ, ബ്ലഡ് കുറവുള്ള ആൾക്കാർക്ക്, അതുപോലെ തന്നെ കാൽഷ്യത്തിൻ്റെ കുറവുള്ള ആൾക്കാർക്ക് ഒക്കെ ഈ റാഗി കഴിക്കുന്നത് വളരെ നല്ലതാണിത്. പെട്ടെന്ന് നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് കൗണ്ടൊക്കെ, ഹീമോഗ്ലോബിൻ കൗണ്ടൊക്കെ കൂടാനൊക്കെ ഇത് നല്ലതാണ്. ഇതിൻ്റെ ടേസ്റ്റും അതുപോലെ തന്നെ നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കണം എന്തായാലും. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, പിന്നെ നിങ്ങൾക്ക് ലെങ്തി ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് സ്കിപ്പ് ചെയ്ത് കണ്ടോളൂ കേട്ടോ വീഡിയോ. അപ്പോൾ എല്ലാവരുടെയും ഒരു ധാരണ എങ്ങനെയാണെന്ന് വെച്ചാൽ പൊതുവെ എല്ലാവർക്കും ഉള്ളതാണ് ഈ ഫാറ്റാണ് കൂടുതൽ പ്രോബ്ലം ഉണ്ടാക്കുന്നതെന്ന്. പക്ഷേ ശരിക്കും ഫാറ്റല്ല നമുക്ക് പ്രോബ്ലം ഉണ്ടാക്കുന്നത്. എല്ലാവിധ അസുഖങ്ങൾക്കും മെയിനായിട്ടുള്ള കാരണം എക്സസ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സും അതുപോലെ തന്നെ വൈറ്റ് ഷുഗർ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് നമ്മുടെ ശരീരത്തിന് ഏറ്റവും കൂടുതൽ കുഴപ്പക്കാരൻ. അപ്പോൾ നമ്മൾ വല്ലപ്പോഴൊക്കെ സാധാരണ നമ്മൾ ചോറും ചപ്പാത്തിയിൽ നിന്നൊക്കെ മാറിയിട്ട് ഈ ലിറ്റിൽ മില്ലറ്റും അതുപോലെ തന്നെ ഫിംഗർ മില്ലറ്റ്, റാഗി അതായത് ചാമ ഇങ്ങനെയുള്ളതൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. എല്ലാവർക്കും ഇത് ഒരുപാട് ബെനിഫിറ്റ്സ് കിട്ടുന്ന ഒരു സംഭവമാണ് കേട്ടോ അത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് റാഗിയാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് കഴുകിയതിൻ്റെ ശേഷം പിന്നെ ഇത് അരിച്ചെടുക്കണം. നമ്മൾ സാധാരണ ലോക്കലായിട്ട് വാങ്ങുന്നതാണെങ്കിൽ കല്ല് ധാരാളം ഉണ്ടായിരിക്കും. അപ്പോൾ കല്ല് അരിച്ച് പിന്നെ എടുക്കുക. അപ്പോൾ നല്ല ബ്രാൻഡഡൊക്കെ വാങ്ങുക വെച്ചാൽ ചിലപ്പോൾ അതിൽ കല്ലൊന്നും ഉണ്ടായിരിക്കില്ല. അപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഇത് കുതിർത്താൻ വേണ്ടി വയ്ക്കുക. ഇതൊരു 3-4 മണിക്കൂർ വെച്ചാൽ മതിയാവും കേട്ടോ. ഇനി ഇതിലേക്കുള്ള ഉഴുന്ന് റെഡിയാക്കണം. ഉഴുന്ന് ഞാൻ 1/3 കപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ 1 കപ്പ് പിന്നെ റാഗി ആണെങ്കിൽ അതിൻ്റെ ആ കപ്പിൻ്റെ തന്നെ 1/3 കപ്പ് ഉഴുന്നെടുത്താൽ മതി. 1/3 ഭാഗം, അതായത് 1/2 കപ്പിനേക്കാൾ കുറച്ച് കുറവ് കേട്ടോ, അത്രയും മതി. അപ്പോൾ ഇതിലേക്ക് ഉലുവ ചേർക്കാം. ഉലുവ ഒരു 2 ടീസ്പൂണാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. നിങ്ങൾ ഷുഗർ പേഷ്യൻസൊക്കെ ആണെങ്കിൽ ഉലുവയുടെ അളവ് കുറച്ചും കൂടി കൂടുതലായിട്ട് ചേർക്കുക. കാരണം ഉലുവ ഒരുപാട് നല്ലതാണ്. ഞാൻ ഇതിന് മുന്നേ ഉലുവയുടെ ദോശ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് ഉലുവയൊക്കെ കൂടുതൽ ചേർത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഇപ്പോൾ ഇവിടെ 2 ടീസ്പൂണാണ് ഉലുവ ചേർത്തിട്ടുള്ളൂ. ഇനി ഇത് നന്നായിട്ട് ഇതുപോലെ കഴുകിയതിൻ്റെ ശേഷം വീണ്ടും കുറച്ച് നല്ല വെള്ളം ഒഴിച്ചിട്ട് കുതിർത്താൻ വേണ്ടി വയ്ക്കുക. ഇപ്പോൾ ഇതൊരു 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇടുക. എന്നിട്ട് നമുക്കിത് അരച്ചെടുക്കാം. ഇതിലേക്ക് ഞാൻ ഉഴുന്ന് ചേർക്കുകയാണ്. ഉഴുന്നും അതുപോലെ ആ വെള്ളം കളഞ്ഞു കേട്ടോ. ഞാൻ കുതിർത്തി വെച്ച വെള്ളം 2 ഞാൻ കളഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ചേർക്കാനിട്ട് അരയ്ക്കുമ്പോൾ ഫ്രഷ് ആയിട്ടുള്ള തണുത്ത വെള്ളം കുറച്ച് ചേർത്തിട്ടാണ് അരയ്ക്കുന്നത്. ഇപ്പോൾ ചൂടുള്ള സ്ഥലമൊക്കെയാണെന്ന് വെച്ചാൽ കുറച്ച് തണുത്ത വെള്ളം ഉപയോഗിച്ചിട്ട് അരച്ചെടുക്കുക. 2 ടേബിൾ സ്പൂൺ അവലാണ്. ഇത് മട്ട അരിയുടെ അവലാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത്. അപ്പോൾ ശരിക്കും നിങ്ങൾക്ക് ചോറ് കയ്യിലുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ചോറായിരിക്കും. അവലാവുമ്പോൾ പെട്ടെന്ന് പുളിക്കും. അത് കാരണം അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. കുറച്ച് കുറവ് സമയം നമ്മൾ പുളിക്കാൻ വെച്ചാൽ മതി, അത്രയേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. അവലെടുക്കുമ്പോൾ മട്ട അരിയുടെ അവല അല്ലെങ്കിൽ നിങ്ങൾക്ക് വൈറ്റ് അരിയുടെ എടുക്കാം. പക്ഷേ നിങ്ങൾ ഷുഗർ പേഷ്യൻസൊക്കെ ആണെങ്കിൽ ചുവന്ന അരിയുടെ അവല തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ചുവന്ന അരിയുടെ ചോറ് ചേർക്കുക കേട്ടോ. ഇപ്പോൾ അല്ലാതെ നോർമലായിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഒരാൾക്ക് സാധാരണ വൈറ്റ് റൈസിൻ്റെ ചോറൊക്കെ ഉപയോഗിക്കാം. നിങ്ങൾ ഷുഗർ പേഷ്യൻസ് ആണെങ്കിൽ ചുവന്ന അരിയുടെ തന്നെ അവലായാലും ചോറായാലും അതേ ഉപയോഗിക്കാവൂ. ചോറുണ്ടെങ്കിൽ അതന്നെ ചേർത്താൽ മതി. എൻ്റെ കയ്യിൽ ചോറില്ല, അപ്പോൾ ഞാൻ അവലാണ് ചേർത്തത്. ഇതിലേക്ക് ഞാൻ ഒരു നുള്ളു ഉപ്പ് ചേർത്തിട്ടുള്ളൂ, അധികം ഉപ്പ് ചേർത്തിട്ടില്ല. ബാക്കി നമുക്ക് ഫെർമെൻറ്റ് ചെയ്തതിൻ്റെ ശേഷം ചേർക്കാം. ഇത് ഞാൻ 2 പ്രാവശ്യമായിട്ട് അരച്ചെടുത്തു. ഞാൻ ഇടുമ്പോൾ ഒന്നിച്ച് കാണിച്ചു എന്നേ ഉള്ളൂ. ചെറിയ ജാറാവ് കാരണം ഞാൻ 2 പ്രാവശ്യമായിട്ടാണ് അരച്ചെടുത്തത് കേട്ടോ. ചോറായാലും അവലായാലും 2 ടേബിൾ സ്പൂൺ മതി, കൂടുതലൊന്നും ചേർക്കരുത്. ഇനി ആ മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം എല്ലാം കൂടി ഇതിലേക്കാണ്ട് ചേർക്കുക. ഇപ്പോൾ മാവൊക്കെ അരച്ച് റെഡിയായി കേട്ടോ.
നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് പുളിച്ച് കിട്ടണമെങ്കിൽ കൈ കൊണ്ട് അതിപ്പോൾ തണുപ്പുള്ള സ്ഥലമൊക്കെ ആണെങ്കിൽ കൈ കൊണ്ട് മിക്സ് ചെയ്യുക. അല്ല കുറച്ച് ചൂടുള്ള സ്ഥലമാണെങ്കിൽ നമ്മളുടെ കൈ തൊടണ്ട. കൈ തൊട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് പുളിക്കും. നമ്മുടെ കയ്യിലുള്ള ബാക്ടീരിയ കാരണം പെട്ടെന്ന് ഫെർമെൻ്റ് ആവും. നിങ്ങൾക്ക് അധികം പുളി ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ കുറച്ച് സമയം ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ. അപ്പോൾ നുറുക്ക് ഗോതമ്പ് ദോശ ഞാൻ ഇതുപോലെ ഉണ്ടാക്കി കാണിച്ചപ്പോൾ ചില ആൾക്കാരൊക്കെ പറഞ്ഞായിരുന്നു കുറച്ച് കൂടുതൽ നേരം കൂടുതൽ പുളിച്ചു എന്ന്. പക്ഷെ അത് നമ്മൾ തന്നെ നോക്കണം എത്ര സമയമാണ് വെക്കേണ്ടതെന്ന്. അത് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാര്യത്തിൽ. അപ്പോൾ അത് നിങ്ങൾ തന്നെ നോക്കുക. കുറച്ച് പുളിച്ചാൽ മതി വെച്ചാൽ നമ്മൾ കുറച്ച് സമയം മാത്രം വെക്കുക കേട്ടോ. അപ്പോൾ ഞാനിത് രാത്രി വൈകിട്ട് അരച്ചിട്ട് ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. നന്നായി തണുത്തതിൻ്റെ ശേഷം ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചു. എന്നിട്ട് രാത്രി ഫെർമെൻറ്റ് ചെയ്യാൻ വെച്ചു. രാവിലെ നേരത്തെ തന്നെ ഇത് മാറ്റിയപ്പോൾ എനിക്കിത് പാകത്തിന് പുളിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, പുളി ഒരു 4-5 മണിക്കൂറോ 5-6 മണിക്കൂറൊക്കെ വെച്ചാൽ നന്നായിട്ട് പുളിച്ചു വരും. അതൊക്കെ നമ്മൾ താമസിക്കുന്ന ടെമ്പറേച്ചറിനനുസരിച്ച് ആ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് പുളി പിന്നെ പെട്ടെന്ന് പുളിക്കുന്നതും സാവധാനത്തിൽ പുളിക്കുന്നതൊക്കെ ആ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ അത് നമ്മൾ തന്നെ ശ്രദ്ധിക്കണം. അല്ലാതെ അത് പിന്നെ വേറെ ഒന്നും അതിന് ചെയ്യാനില്ല. പിന്നെ നമ്മൾ തണുത്ത വെള്ളം കൊണ്ട് അരയ്ക്കുക, ഉപ്പ് രാവിലെ ചേർത്താൽ മതി, കൈ തൊടാതിരിക്കുക. അങ്ങനെയൊക്കെ ചെയ്താൽ പിന്നെ കൂടുതൽ സമയം പുളിക്കാൻ വെക്കാതിരിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ പിന്നെ നമ്മൾ പെട്ടെന്ന് പുളിച്ച് വരില്ല. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചാൽ മതി. പിന്നെ മാവ് അരച്ചു ഉടനെ ആ മാവിൻ്റെ ചൂടൊന്ന് പോകാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് ഒന്ന് തണുത്തതിൻ്റെ ശേഷം നമ്മൾ പുളിക്കാൻ വേണ്ടി പുറത്തേക്ക് വെച്ചാൽ മതി. ഇപ്പോൾ ഇതാ ദോശക്കല്ല് ചൂടായി. ഇങ്ങനെ ഓവറായിട്ട് ദോശക്കല്ല് ചൂടാക്കരുത്. അങ്ങനെ കൂടുതൽ ചൂടായിച്ചാൽ കുറച്ച് വെള്ളം തെളിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ആ ടെമ്പറേച്ചർ അതൊന്ന് സ്റ്റെബിലൈസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ പിന്നെ തുണിയോ അല്ലെങ്കിൽ എന്തെങ്കിലും എടുത്തിട്ട് നല്ലെണ്ണ എന്തെങ്കിലും പുരട്ടുക. എന്നിട്ട് അങ്ങനെ ദോശ ചുടുക. പിന്നെ മാവ് ഒന്ന് നന്നായിട്ട് മീതഭാഗം ഒന്ന് നല്ല ഡ്രൈ ആയതിൻ്റെ ശേഷം മാത്രം കുറച്ച് നല്ലെണ്ണ അല്ലെങ്കിൽ നെയ്യ്, കുട്ടികൾക്കൊക്കെ കഴിഞ്ഞ് ബട്ടറോ അങ്ങനെ എന്താ വെച്ചാൽ നമ്മൾ തൂവി കൊടുക്കുക. നമുക്ക് ഏതാ വേണ്ടത് വെച്ചാൽ അത് തൂവി കൊടുക്കുക കേട്ടോ. വെളിച്ചെണ്ണ ആയാലും കുഴപ്പമില്ല. മറിച്ചിടുക. കുറച്ച് കൂടുതൽ നേരം ലോ ഫ്ലെയിമിലിട്ടാൽ ക്രിസ്പി ആയി കിട്ടും. അല്ല നമ്മൾ പെട്ടെന്ന് എടുക്കുക വെച്ചാൽ നമുക്ക് സോഫ്റ്റ് ദോശയായിട്ട് നമുക്ക് കിട്ടും. അത് നമ്മൾ ഏത് രീതിയിൽ നമുക്ക് ഉണ്ടാക്കേണ്ടത് വെച്ചാൽ ആ രീതിയിൽ നമ്മൾ ഉണ്ടാക്കിയ ക്രിസ്പി ആയതും സോഫ്റ്റായ ദോശ നമുക്ക് കിട്ടും. അപ്പോൾ ഇത് അത്യാവശ്യം ക്രിസ്പി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിലാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഇതുപോലെ ബാക്കിയുള്ള ദോശയും ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഞാൻ ഇത് കഴിഞ്ഞാൽ ഇഡ്ഡലി, നല്ല സോഫ്റ്റ് ഇഡ്ഡലി ഉണ്ടാക്കുന്നതും കാണിക്കുന്നുണ്ട്. സെയിം ബാറ്റർ തന്നെ. നല്ല മൊരിഞ്ഞ ദോശ. ഇത് നല്ല മൊരിഞ്ഞിട്ടാട്ടോ ഞാൻ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. നല്ല മൊരിഞ്ഞ ദോശ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് കോക്കനട്ട് ചട്നി അല്ലെങ്കിൽ ഓണിയൻ ചട്നി, സാധാരണ ഇഡ്ഡലിയും ദോശയ്ക്ക് ഉപയോഗിക്കുന്ന എല്ലാ ചട്നിയും ഇതിൻ്റെ കൂടെ ടേസ്റ്റാണ്. കാരണം സാധാരണ ഇഡ്ഡലി ദോശയുടെ അതേ ടേസ്റ്റ് തന്നെയാണ്. കാര്യമായിട്ടൊരു വ്യത്യാസമൊന്നുമില്ല കേട്ടോ. പക്ഷേ ഹെൽത്തിന് കുറച്ചും കൂടി നല്ലതാണെന്ന് മാത്രം. അപ്പോൾ ഞാൻ ഇഡ്ഡലി തട്ട് ഒക്കെ മയം പുരട്ടി ഞാൻ 2 ഇഡ്ഡലിയാണ് ഉണ്ടാക്കി കാണിക്കുന്നുള്ളൂ. കാരണം നമുക്കിവിടെ എല്ലാവർക്കും ദോശയാണ് കൂടുതൽ ഇഷ്ടം. അത് കാരണം ബാക്കിയൊക്കെ ഞാൻ ദോശ ഉണ്ടാക്കുകയാണ്. 2 ഇഡ്ഡലി ഞാൻ കുറച്ച് മയം പരട്ടിയിട്ട് അതിൽ വെച്ചിട്ട് സ്റ്റീം ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നല്ല പഞ്ഞി പോലെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇഡ്ഡലിയൊക്കെ നല്ല സോഫ്റ്റായിട്ട് നല്ല പഞ്ഞി പോലെ ഇഡ്ഡലി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റ് നല്ല പഞ്ഞി പോലത്തെ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റ് നല്ല പഞ്ഞി പോലത്തെ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് രാഗി പൊടി വെച്ചിട്ടും ഇത് ട്രൈ ചെയ്യാം. പക്ഷേ നമ്മൾ മുഴുവനായിട്ടുള്ള രാഗി കുതിർത്തിയിട്ട് അരയ്ക്കുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് പെർഫെക്ഷൻ കിട്ടുക കേട്ടോ. നല്ല ടേസ്റ്റിൽ കിട്ടുക. പിന്നെ രാഗിപ്പൊടി കൊണ്ട് ചിലപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കിയാൽ ശരിയായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാമെന്നേ പറയുള്ളൂ. പക്ഷേ കുതിർത്തി അരയ്ക്കുന്നതാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ നല്ലത്. ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി വേറെ ഈസി റെസിപ്പി വീണ്ടും കാണാം. താങ്ക്